ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനാണ് ഭീഷണിയുണ്ടായത്. ഇതേ തുടർന്ന് സ്കൂളിന് മാനേജ്മെന്റ് 2 ദിവസം അവധി നൽകിയിരിക്കുകയാണ്. മറ്റ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതിയാണ് അവധിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാത്തതിനാലാണ് നടപടിയെടുത്തതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. നമ്മുടെ സ്കൂൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 30 വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും. സ്റ്റിൽ നൗ ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ഫ്രം പേരൻസ്. പാൻറ്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്. കോട്ട് മുടി 2ആയിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത്. 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു. നമുക്കിങ്ങനെയാണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. ഞാൻ 1.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം, തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല. നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ്. പിന്നീട് 10th കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമിൽ. അപ്പോൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റിനോട് സംസാരിക്കുമ്പോൾ പാരൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ 2-3 പേര് നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും. ഇതിപ്പോൾ പെട്ടെന്നാണ് ആ പെൺകുട്ടി ഒരാഴ്ച സമയമായിട്ടുള്ളൂ. 7-ാം തീയതി മുതലാണ് പുള്ളിക്കാരി പെട്ടെന്നായിട്ട് മറ്റേ യൂണിഫോം മാറി അവരുടെ റിലീജിയസ് അറ്റയറിട്ട് ഉപയോഗിച്ച് വരാൻ തുടങ്ങിയത്. അപ്പം നാച്ചുറലി നമ്മുടെ സ്കൂളിൻ്റെ റൂൾസിനെതിരായതുകൊണ്ടും നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉള്ള നമ്മുടെ സ്കൂൾ ഡയറിയിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്. അപ്പോൾ ആ യൂണിഫോമിനെതിരായതുകൊണ്ടും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് അവരോട് സംസാരിച്ചു. ഇതല്ല നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം, നമ്മളിത് അബൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പേരൻസിനോടൊരു ലെറ്റർ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അവർ അതിൻ്റെ ഫർദറായിട്ട് പോയി ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി എടുത്തു. അതാണ് ഇപ്പം നമ്മൾ ഇതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അതേസമയം ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനം എന്നാണ് വിദ്യാർത്ഥിനിയുടെ പിതാവ് ന്യൂസ് 18 പറഞ്ഞത്. എന്റെ മകള് തുടക്കം മുതല് സ്കൂള് ജൂൺ 1 ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചുകൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. നമ്മൾ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് ഈ പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. ശരി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ വാർത്തയിൽ അപ്ഡേഷൻ വരുന്നത് ഈ ഹിജാബ് വിവാദത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. ലോ ആൻഡ് ഓർഡർ പാലിക്കണം, സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ സ്കൂൾ പ്രവർത്തിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, നാളെ മുതൽ സ്കൂള് തുറന്ന് പ്രവർത്തിക്കണം. സ്കൂളിന് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാൻ പോലീസ് തയ്യാറാകണം. ലോ ആൻഡ് ഓർഡർ പാലിക്കണം. അതായത് 2018 ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചിട്ടുള്ള നിയമം, അതായത് സ്കൂളുകൾക്ക് അവരുടെ നിയമങ്ങൾ തീരുമാനിക്കണം. സ്കൂളിനകത്ത് എങ്ങനെ കുട്ടികൾ പെരുമാറണം, കുട്ടികൾക്ക് യൂണിഫോം എങ്ങനെ ആയിരിക്കണം, സ്കൂളിൽ എന്തൊക്കെയാണ് സ്കൂളിൽ പാലിക്കേണ്ടത്, അതായത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിന് തീരുമാനിക്കാം എന്ന് 2018 ഹൈക്കോടതി ഉത്തരവാണ്. അതിനുശേഷം ഇത് മാനേജ്മെന്റ് തീരുമാനിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ, അതായത് അതുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്കൂളിൽ നിന്നും TC വാങ്ങിച്ചു പോകാം എന്നാണ് ഈ സ്കൂളിന്റെ, അതായത് കോടതിയുടെ നിയമം അങ്ങനെയാണ്. 2018 ഹൈക്കോടതി തന്നെ ഉത്തരവ് അങ്ങനെയാണ്. അത് പാലിക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പാരന്റ്സ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു പരാതിയാണ്. ശരിക്കും ഹിജാബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കൂളിൽ മതപരമായിട്ടുള്ള ഒരു അച്ചയർ ധരിക്കണം എന്നുള്ളത് അവരുടെ നിർബന്ധം മാത്രമാണ്. അത് അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം
സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട്. ഈ ഹിജാബ് പറയുമ്പോൾ ശിരോവസ്ത്രം ധരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്കൂളിന്റെ യൂണിഫോമിൽ എങ്ങനെ മുടി കെട്ടണം, ഏത് പാറ്റേണിൽ മുടി കെട്ടണം എന്നുള്ള കാര്യം വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുന്നില്ല. അത് പ്രത്യേകിച്ചും സ്കൂളുകളിൽ യൂണിഫോം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഈക്വൽ എന്നുള്ള ഒരു സമത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ യൂണിഫോമുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് ഒക്കെ അതാണ് ഞാൻ ആജ്ഞയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് സിസ്റ്റർ രമ്യ